നമസ്കാരം. പ്രധാന വാർത്തകൾ. എടത്തിരുത്തി ചൂലൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി ചൂലൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചു. ചൂലൂർ ജുമാ മസ്ജിദിന് എതിർവശത്തെ സ്ഥലത്ത് കുലച്ച 10ഓളം വാഴകളാണ് ലൈനിൽ മുട്ടി എന്ന പേരിൽ വെട്ടി നശിപ്പിച്ചത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. തൊഴുത്തുംപറമ്പിൽ സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. വൈദ്യുതി ലൈനിലെ ടച്ചിംഗ് വെട്ടാനെത്തിയ വലപ്പാട് KSEB സെക്ഷനിലെ കരാർ ജോലിക്കാരാണ് വാഴകൾ വെട്ടിയത്. വാഴ കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് മതിൽ ചാടിയെത്തിയാണ് ലൈനിന് താഴത്തെ വാഴകൾ വെട്ടി നശിപ്പിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു. 2 വർഷമായിട്ട് വാഴ കൃഷിയിലാണ്. ഇന്ന് KSEBയുടെ മെയിൻ്റനൻസ് വിഭാഗം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളാരും കണ്ടില്ല. തൂപ്പ് വെട്ടാനെന്നും പറഞ്ഞിട്ട് അവർ മതിൽ ചാടിക്കടന്ന്, ഞാനിവിടെ ഗേറ്റിലുണ്ട് ആയിട്ട് കൂടി അവർ മതിൽ ചാടിക്കടന്ന് വന്നിട്ട് നമ്മുടെ വാഴകൾ നശിപ്പിച്ചത്. ആ ലൈൻ ഒരു 10-15 വർഷങ്ങളായിട്ട് സപ്ലൈ ഇല്ലാണ്ട് കിടക്കുന്ന ലൈനാണ്. അതിൻ്റെ ചോട്ടിൽ നമ്മൾ പല കൃഷികളും ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല. ഇപ്രാവശ്യം അവർ വന്ന് മൊത്തം ചാടിക്കടന്ന് വന്ന് കള്ളന്മാരെ പോലെ വന്നിട്ട് അവർ ചെയ്തു പോയതാണ്. ഇപ്പം നമുക്ക് ഒരു 10 വാഴകളോളം കൊലച്ച് നിൽക്കുന്ന വാഴകൾ പോയിട്ടുണ്ട്. 10 വർഷത്തോളമായി ഈ സ്ഥലത്ത് കൂടി പോകുന്ന ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. 10 അടി ഉയരമുള്ള മതിൽ, അതിൻ്റെ മുകളിൽ കമ്പി, അത് ചാടി കടന്നിട്ട് വന്നതിനും ഭേദം അവർക്ക് റോട്ടിൽ കൂടെ കയറി വരാം. ഈ ഇതിലേക്ക് കടക്കാനായിട്ട് ഗേറ്റ് തുറന്നിട്ടുണ്ട്. കാലത്ത് 8 മണി തുടങ്ങി ഇവിടെ തുറന്നിട്ടുണ്ട്. അതിലേക്ക് ചാടി കയറി വന്നിട്ട് ഈ വാഴ വെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ശരിക്കും ഇത് ജനങ്ങളോടുള്ള, കർഷകരോടുള്ള വെല്ലുവിളിന് ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് ഇപ്പോൾ ഈ നശിപ്പിച്ച് ഇതാക്കിയിട്ടുള്ളത്. പ്രതിഷേധാർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രതിഷേധാർഹമാണ്. 2 വർഷം മുമ്പാണ് സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി വാഴ കൃഷി ആരംഭിച്ചത്. 10 മാസം മുമ്പ് നട്ട് ഇപ്പോൾ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. കൃഷിമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകുമെന്ന് കർഷകർ പറഞ്ഞു. കൊടും വേനലിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും നല്ലൊരു കൊലകളായിട്ടുള്ള വാഴത്തോട്ടം നിൽക്കാൻ എളുപ്പമല്ല. അതിന് ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാ ദിവസവും ഈ തോട്ടത്തിൻ്റെ മെയിൻ്റനൻസും നോട്ടം മുഴുവൻ ചെയ്യുന്ന സന്തോഷ് ഇവിടെ ഗേറ്റിൽ തുറന്ന് കായ്ക്കൊല വെട്ടി വിപണനം നടത്തുന്നുണ്ട്. ആ സമയത്താണ് ഈ കള്ളന്മാരെ പോലെ പിൻവാതിലിൽ കൂടെ പിൻമതിൽ 10 അടി ഉയരമുള്ള മതിൽ ചാടി അതിൻ്റെ മേലെ 2 അടിക്ക് കമ്പി വേലി കെട്ടിയിട്ടുള്ള കമ്പിയും കടന്നിട്ട് വാഴ വെട്ടിയിട്ട് മാന്യന്മാർ നോക്കാൻ വന്നിരിക്കുക. KSEB എഞ്ചിനീയർ നോക്കാൻ വന്നിരിക്കുന്നു വാഴ വെട്ടിയതിന് ശേഷമേ. അതേസമയം ലൈനിലേക്ക് മുട്ടി നിൽക്കുന്ന ഭാഗമാണ് വെട്ടി ഒഴിവാക്കിയതെന്നും ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് വൈദ്യുതി പ്രവഹിച്ചാൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലാണ് നടത്തിയതെന്നും KSEB അധികൃതർ പറഞ്ഞു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചിറയത്ത് വാരിത് കുഞ്ഞില വാരിത് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് എൻഡോമെന്റ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമുള്ള ആദരവുമാണ് സംഘടിപ്പിച്ചത്. കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സമൂഹം അത് വളരെ ഇരുളടഞ്ഞ ഒന്നായിരിക്കും. വിജ്ഞാനമാണ്, അറിവാണ് ഒരു വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കുന്നത്. അറിവ് നേടുക എന്നുള്ളത് നമുക്കറിയാം, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം അറിവ് നേടുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി അദ്ദേഹം തൻ്റെ അനുയായികളോട് പറഞ്ഞത്, അറേബ്യയിൽ നിന്ന് അറിവ് നേടാൻ നിങ്ങൾ ദൂരദിക്കുകൾ, അന്ന് ചൈന എന്നിപ്പോൾ വിളിക്കുന്ന അന്നത്തെ ചീന നാട്ടിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണം എന്ന് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നേരിടണം എന്ന് ഭാരതീയ ചിന്താധാരകളിൽ പറയുന്നുണ്ട്.
മറ്റെല്ലാ മതങ്ങളും അതുതന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയരുന്ന സാമൂഹ്യമായിട്ടുള്ള കാലുഷ്യങ്ങളെ ഇല്ലാതാക്കാൻ, മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വിജ്ഞാന വിരോധത്തെ നേരിടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിനെ ജ്ഞാനം കൊണ്ടും പക്വത കൊണ്ടും നേരിടുക എന്നുള്ളത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. മുൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി കെ ജലീൽ മുഖ്യാതിഥിയായി. 70-73 കറണ്ട് പോലും ഇവിടെ വന്നിട്ടില്ല, റോഡ് ഉണ്ടായിരുന്നില്ല, വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നൊരു സ്ഥലമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഈ പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളത് വലിയൊരു കഴിവാണ്, വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതുമാതിരി തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുമാതിരി റിന്യൂവബിൾ എനർജി, ഇങ്ങനെയുള്ള പല പല പുതിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2030 ആകുമ്പോഴത്തേനും നമ്മളിപ്പോൾ ഈ രാജ്യത്ത് കാണുന്ന 30% തൊഴിൽ മേഖല നഷ്ടപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിട്ട് പഴയ കാലത്തൊക്കെ ഞങ്ങളൊക്കെ വലിയ വിദ്യാഭ്യാസത്തിലേക്ക് പിടിച്ചു നിന്ന്, ഇനി പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിലേക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. എടത്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ വി സതീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് പി എച്ച് ബാബു, സെക്രട്ടറി ജാൻസി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പി കെ യൂസഫ്, കെ എ കൊച്ചുമോൻ, നിഷ സുരേഷ്, ഗാൻ ജൂലിയറ്റ്, സുബൈദ അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടത്തുരുത്തി യൂണിറ്റ് 32ാം വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന യോഗം KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന ഇന്ന് ഏറ്റവും ഗണനീയമായ ഒരു ശക്തിയായി കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ പെൻഷനർ സമൂഹത്തിനും അനുകരണീയമായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയായി നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. 3,20,000-ഓളം മെമ്പർഷിപ്പ് ഈ വർഷം നമുക്ക്. കോവിഡ് കാലഘട്ടത്തിൽ, പ്രളയ കാലഘട്ടത്തിൽ പ്രവർത്തനം മെമ്പർമാരിൽ എത്തിക്കാൻ കഴിയാത്ത വലിയ ഒരു സാഹചര്യമായിരുന്നു നമ്മൾ തരണം ചെയ്തുകൊണ്ട്. അന്നും നമുക്ക് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വലിയ, എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് കണ്ടപ്പോൾ ബീന എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ പോയി രാഷ്ട്രീയമൊന്നും പറയണ്ട രീതി. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. യൂണിറ്റ് പ്രസിഡന്റ് വി ജി ശിവൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി വി മണികണ്ഠലാൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ MCK ഇബ്രാഹിംകുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു, സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് അംഗം KK ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി MCK ഇബ്രാഹിംകുട്ടിയെ പ്രസിഡന്റായും ടി വി മണികണ്ഠലാലിനെ സെക്രട്ടറിയായും TK രാജേന്ദ്രനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് 32ാം വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. കയ്പമംഗലം പെൻഷൻ ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് KV സുധാംശു പെൻഷൻ യൂണിയൻ പതാക ഉയർത്തി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A രാമചന്ദ്രൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു, ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു, നാളെ നമ്മൾ എന്താകും എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി, വളരെ ആശങ്കയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ ഒരു സൂചനയും അധ്യക്ഷൻ പറഞ്ഞു. എന്തായാലും ഇവിടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ കൊച്ചു കേരളത്തിൽ ഒട്ടേറെ സംഘടനകൾ സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുടെ പേരിലും അതോടൊപ്പം ജാതി മതത്തിൻ്റെ പേരിലും അങ്ങനെ ഒട്ടേറെ സംഘടനകളുണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ സംഘടനയിൽ ശക്തി വളരെ കുറവായിരുന്നു, അംഗങ്ങൾ കുറവായിരുന്നു. അതുമാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഏകരൂപമായിട്ടുള്ള ഐക്യകണ്ഠേനയുള്ള ഒരു ആവശ്യം ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത ആശയങ്ങളായിരുന്നു, ആവശ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക്
നമ്മുടെ ആവശ്യങ്ങൾ, പെൻഷൻകാർക്കുള്ള ആവശ്യങ്ങൾ, അത് സാമ്പത്തികമായാലോ സാമൂഹികമായാലോ ഉള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അനുവദിച്ചു തരുവാൻ വളരെ നിഷ്പ്രയാസം ആ ആവശ്യങ്ങൾ തള്ളിക്കളയാനുള്ള ഇട നമ്മളുണ്ടാക്കി. യൂണിറ്റ് പ്രസിഡന്റ് KV സുധാംശു അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു, VK അശോകൻ, EK ദേവാനന്ദൻ, KB ബീന, MD സന്തോഷ്, KM അബ്ദുൽ കരീം, ദിനകരൻ, KU സുബ്രഹ്മണ്യൻ, C ഗോപാലകൃഷ്ണൻ, KA തങ്കമണി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി KV സുധാംശുവിനെയും സെക്രട്ടറിയായി KU സുബ്രഹ്മണ്യനെയും KR കൈരളിയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് RMVHS സ്കൂളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്നതാണ് തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ, പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ച പരിപാടിയിൽ പെരിഞ്ഞനം പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നായി 100ഓളം കുട്ടികൾ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കുട്ടികൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നാളത്തെ പൗരന്മാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ. അപ്പം നമ്മുടെ അവകാശങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയേണ്ട വേദികളിൽ, പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മളത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് നേരത്തെ പിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ചകൾ അല്ലേ, 7 ഗ്രൂപ്പുകളായി നമ്മളിരുന്ന് നമ്മുടെ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതിവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ക്രോഡീകരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 10 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ തന്നെ സമയം വളരെ വൈകി, തുടങ്ങിയപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം വൈകി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർ ഇവിടെ എത്തുന്നതിന് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർ എത്തുന്നതിന് വേണ്ടി സമയം വൈകിയതുകൊണ്ട് അത് നീണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയമാണ്, ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. അപ്പോൾ അതുകൊണ്ട് ദീർഘമായൊരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ സംസാരങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ചർച്ചകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുമാരി സിദ്രത്തുൽ മുൻതഹ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, സന്ധ്യ സുനിൽ, ജയന്തി മനോജ്, സ്നേഹ ദത്ത്, PTA പ്രസിഡന്റ് KK നാസർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് AD ദീദി, HM ഇൻചാർജ് VG അംബിക, തദ്ദേശ സമേതം കോർഡിനേറ്റർ ഗിരീഷ് സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഐവൻ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയിലത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗം ഖദീജ പുതിയവീട്ടിൽ, ഫാത്തിമ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കിക്ക് ക്ലാഷ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ വിമുക്തി തൃശൂർ ജില്ലാ റിസോഴ്സ് പേഴ്സൺ PM ജദീർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള വുഷു സീനിയർ ബോയ്സ് ചാമ്പ്യൻ മുഹമ്മദ് വസീം ഇസ്മായിലിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. PTA കമ്മിറ്റി അംഗം അൻവർ മുഹമ്മദ് സംസാരിച്ചു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് ഒളരിക്കര ലിറ്റിൽ ക്വീൻ സ്കൂളിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ ജേതാക്കളായി. സമാപന സമ്മേളനത്തിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ മുഖ്യാതിഥിയായി. ഹിറ ട്രസ്റ്റ് ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, മാനേജർ KA ജമാൽ, അലുമിനി അസോസിയേഷൻ പ്രതിനിധികളായ KM ഇബ്രാഹിം, TZ ഫൈസ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CM നജീബ് എന്നിവർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ്, സ്കൂൾ ക്യാബിനറ്റ് അംഗങ്ങളായ അവന്തിക, അലി, സിയാൻ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ മതിലകം BRCയുടെ കീഴിൽ വരുന്ന പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കലോത്സവം നടത്തി.
പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന കലോത്സവം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. മതിലകം BPCAP സിജിമോൾ അധ്യക്ഷയായി. റിയാലിറ്റി ഷോ താരം അമൻ സഖ മുഖ്യാതിഥിയായി. BRC ട്രെയിനർ റസിയ, BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സെറീന മുഹമ്മദ് അലി, മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാവിരുന്ന് അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത്തിരുത്തി ചൂലൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചു. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.